അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പുതുതലമുറയ്ക്ക് വഴികാട്ടുന്ന വാക്കുകൾ. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ജോസഫിന ടീച്ചർ വായനയെക്കുറിച്ച് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണമ്മേ എന്നുള്ള ശബ്ദം ഇന്ന് എത്ര വീടുകളിൽ നമുക്ക് കേൾക്കാൻ കഴിയും? പകരം അമ്മമാരുടെ ഇപ്രകാരമുള്ള ശബ്ദമായിരിക്കും നമ്മൾ കേൾക്കുക. നീ രാവിലെ മുതൽ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? വായിച്ചു വളരേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വായിക്കാത്ത ഒരു പുസ്തകം തരുന്ന വ്യക്തിയാണ് എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞ അമേരിക്ക പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളും വായിക്കാഞ്ഞാൽ വളയും എന്ന് പറഞ്ഞ കുഞ്ഞിമാഷിൻ്റെ വാക്കുകളും വായനയുടെ മഹത്വത്തെ നമ്മെ ദിനം പ്രതി ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ അനുഭവങ്ങൾക്കപ്പുറം, നമ്മുടെ ജീവിതാനുഭവങ്ങൾക്കപ്പുറം മഹാന്മാരുടെ ജീവിതകഥകൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ തന്നെ വഴിതിരിഞ്ഞ് മാറിപ്പോകാറുണ്ട്. അങ്ങനെയുള്ള ജീവിതകഥകൾ നമ്മൾ തുടർച്ചയായി വായിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തിനും നമുക്ക് വഴിയാട്ടിയാക്കി മാറ്റിക്കൊടുക്കാൻ സാധിക്കാറുണ്ട്. ഇതാണ് പുസ്തകം തരുന്ന മാജിക്ക്. ഈ മാജിക്ക് നമ്മുടെ ജീവിതത്തിലും നമുക്ക് കൊണ്ടുവരണ്ടേ? അതിന് ഇന്ന് മുതൽ നമുക്ക് പുസ്തക വായന തുടങ്ങാം. ദിവസവും മിനിമം 2 പേജെങ്കിലും വായിച്ചിട്ടേ ഉറങ്ങൂ എന്ന് പ്രതിജ്ഞ ചെയ്യുക. അങ്ങനെ വായിച്ച് നിങ്ങളുടെ ലോകവും വിശാലമായി തീരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.